മഹാനായ അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഔലിയാഉല്ലാഹി അറൂസുൻ, അല്ലാഹുവിന്റെ യഥാർത്ഥമായ ഔലിയാക്കൾ അവർ പുതിയാപ്പളമാരാണ്. ലാ യറാഹുമുൽ മുജ്രിമൂന നുഹൂസ്, നഹ്സ് പിടിച്ച ആളുകൾക്ക് അല്ലാഹുവിന്റെ മഹാരഥന്മാരായ ഔലിയാക്കളെ കാണാൻ കഴിയില്ല. പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തുകൾ, അമാനുഷികമായ കഴിവുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മഹാരഥന്മാരായ ഔലിയാക്കളിൽ നിന്ന് അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടാകും. അതിന് പറയുന്ന പേരാണ് കറാമത്ത് എന്ന്. ഔലിയാക്കൾക്ക് കണ്ണുകളുണ്ട്. ആ കണ്ണുകൾ നമ്മുടെ പോലെയുള്ള മുഖത്തുള്ള കണ്ണുകളല്ല. ആ കണ്ണുകൾ ഹൃദയത്തിലാണ്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനുൻ തറാ മാ ലാ യറാഹു നാളിറൂന വഅജ്നിഹത്തുൻ തതീറു ബിഗൈരിരീശിൻ ഇലാ മലകൂതി റബ്ബിൽ ആലമീന. അതുപോലെ തന്നെ വളരെ ബഹുമാനത്തോടുകൂടെ മാത്രമേ ഇവരുടെ മുന്നിലൂടെ നമ്മൾ നടക്കാൻ പറ്റുകയുള്ളൂ. സവാഅം മഹ്യാഹും വമമാതുഹും, അവർ ജീവിച്ചിരിക്കുന്നത് പോലെ അവരുടെ ജീവിതവും അവരുടെ മരണവും സമമാണ്. ആ പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ ഇനി ഉസ്താദ് പറയില്ല, നമ്മുടെ ഈ മജ്ലിസിലേക്ക് വന്നിരിക്കുക, ഇത് വിജ്ഞാനത്തിന്റെ സദസ്സാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഹാരഥന്മാരായ ഔലിയാക്കളോടൊപ്പം അല്ലാഹു നാളെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. 30 ലക്ഷം ചതുരശ്ര മൈൽ വിശാലതയുള്ള പ്രവിശാലമായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത അമരക്കാരൻ, ആകാശഭൂമികളുടെ രഹസ്യങ്ങളുടെ മൊത്തവും സൂക്ഷിപ്പുകാരൻ, ആര് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന മലമേടുകളും സിംഹം ഗർജിക്കുന്ന വനാന്തരങ്ങളും ആറുകൊള്ളുന്ന മണൽത്തരികളും വകവെക്കാതെ ഇസ്ലാമിന്റെ പൊൻകിരണങ്ങളുമായി രംഗപ്രവേശനം ചെയ്ത ലോക ചരിത്രത്താളുകളിൽ സത്യധർമ്മ സമാധാനത്തിന്റെ വീരഗാഥകൾ രചിച്ച വിശാല വിസ്തൃതമായ അറേബ്യൻ മണൽപ്പരപ്പിൽ 33 കോടി വിഗ്രഹങ്ങളെ പൂജിച്ചാരാധിച്ചിരുന്ന മലബാറിന്റെ മണ്ണിലിറങ്ങിയപ്പോ, അല്ലെങ്കിൽ ഒരു 45 ഡിഗ്രി മലബാറിന്റെ മണ്ണിലിറങ്ങിയപ്പോ കേരളത്തിന്റെ നെല്ലറയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാലക്കാടിന്റെ പ്രാന്തപ്രദേശങ്ങളില് സൂര്യാഘാതമേറ്റുകൊണ്ട് ആളുകളുടെ പുറകിലൂടെ പൊള്ളലേൽക്കുമ്പോ കേരളത്തിന്റെ ഗവൺമെന്റ് പോലും പറയുന്നു, പകരം നിങ്ങൾ പുറത്തിറങ്ങല്ലേ, സൂര്യാഘാതമേൽക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോ ഭൂമിയിൽ നിന്ന് 9,79,00,000 കിലോമീറ്റർ ഉയരം നിൽക്കുന്ന സൂര്യന്റെ ചൂട് എന്റെ പ്രിയപ്പെട്ട സഹോദര നമുക്ക് സഹിക്കാമയമല്ല. അവിടെ മറ്റുള്ളവരുടെ ഔറത്ത് കണ്ട് വികാരമുണ്ടാക്കാനുള്ള സമയമല്ല. അവരുടെ മറ്റുള്ളവരുടെ ഔറത്ത് കണ്ട് സന്തോഷിക്കാനുള്ള സമയമല്ല. എല്ലാവരും സ്വന്തം ശരീരം എന്ന് വിലപിക്കുന്ന മഹിഷറ, എല്ലാവരും നമ്മളെ കൈയൊഴിയുന്ന മഹിഷഅത്തുൽ അസ്വാത്തുൽ റഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. എല്ലാ ശബ്ദകോലാഹലങ്ങളും നിശ്ചലമായ അവസ്ഥ, കാൽപാദങ്ങളുടെ ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും കേൾക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദ് പ്രസംഗിക്കുന്നത് ഏതെങ്കിലും ഒരു സീരിയലിന്റെ കഥയല്ല, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അനുഭവിക്കേണ്ട മഹിഷറയുടെ ഭീകരതയെ കുറിച്ചാ പറയുന്നത്. 1 വർഷമല്ല, 2 വർഷമല്ല, 10 വർഷമല്ല, 10,000 വർഷമല്ല. അഭിവന്ദരായ പണ്ഡിതന്മാര് പറയുന്നു, ആ മഹിഷറയുടെ ഭീകരതയില് 50 ആളുകൾ കാൽമുട്ട് വരെ വിയർപ്പിൽ മുങ്ങിയവർ, ചില ആളുകൾ അരവരവിന് മറുപടി പറയുകയാ, അല്ലാഹു നിങ്ങളോട് പറഞ്ഞില്ലേ, 1,24,000 പ്രവാചകന്മാര് നിങ്ങളോട് പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു മഹിഷറ വരാനുണ്ടെന്ന്, ഇങ്ങനെ ഒരു മഹിഷറ വരാനുണ്ടെന്ന്. എല്ലാവരും പൊട്ടിക്കരയുന്ന മഹിഷറ, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്ന മഹിഷറ, വീഴും അമ്പരം എന്നുള്ളതും ഖുർആനിലുണ്ട് വിളംബരം. മലയെന്ന് കടയപ്പെട്ടതൂളികൾ പോലെയാ പൊടിക്കപ്പെടും ഈ ഭൂമി ധവളം ധവളമാ.
ഗർഭിണികളൊന്നുണ്ടെങ്കിലോ എൻ പൊന്നെ പ്രസവിച്ച് പോകും മാസവും തികയാ. അറിയാതെ പ്രസവിച്ചു പോകുന്ന മഹ്ശറ, കത്തിച്ചമ്പ് കൊണ്ട് നിർമ്മിതമായ മഹ്ശറ, ആരും രക്ഷിക്കാനില്ലാത്ത മഹ്ശറ, എല്ലാവരും പൊട്ടിപ്പൊട്ടിക്കരയുന്ന മഹ്ശറ, മരണത്തിന് സമാനമായ വേദന അനുഭവിച്ച് 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മ തന്റെ പ്രിയപ്പെട്ട മക്കളെ ഇട്ടേച്ച് ഓടുന്ന മഹ്ശറ. ആ മഹ്ശറയിൽ 50,000 വർഷം നമ്മൾ നിൽക്കേണ്ടി വരും. അള്ളാഹു ആ മഹ്ശറയുടെ ഭീകരതയെ തൊട്ട് നമുക്ക് അതിരക്ഷിക്കുമാറാവട്ടെ. എല്ലാവരും അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? ആ സമയത്താണ് മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വഴിയിലൂടെ കടന്നു വരുന്നത്. ആദമിനെ കാണേണ്ട താമസം എല്ലാവരും ആദമിന്റെ അടുക്കൽ ഓടിച്ചെന്നുകൊണ്ട് പറയുന്നു, ആദമേ, ലോകത്തിന്റെ പിതാവല്ലേ നിങ്ങള്? മനുഷ്യരാശിയുടെ മുഴുവനും ഉപ്പയല്ലേ നിങ്ങള്? ഉപ്പ, ഞങ്ങളുടെ അവസ്ഥ കണ്ടോ? സ്വർഗം നിങ്ങൾക്ക് വേണ്ട, സ്വർഗത്തിന്റെ സുഖാനുഭൂതികൾ നിങ്ങൾക്ക് ആസ്വദിക്കേണ്ട, നരകത്തിന്റെ ഭീകരതയിലേക്ക് നിങ്ങളെ വലിച്ചെറിഞ്ഞാലും ഞങ്ങൾക്ക് ആളുകൾ ചെന്നുകൊണ്ട് പറയുന്നു, ചെയ്യുമോ നബിയേ? സ്വർഗം ഞങ്ങൾക്ക് വേണ്ട നബിയേ, സ്വർഗത്തിന്റെ സുഖാനുഭൂതികൾ ഞങ്ങൾക്ക് ആസ്വദിക്കേണ്ട ഹബീബേ. ഈ മഹ്ശറയുടെ ഭീകരതയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ഒന്ന് റബ്ബിനോട് പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അനലഹാ, നിങ്ങളാ പറയുന്ന ശഫാഅത്തിന് ഞാൻ അർഹനാണ്, ഞാൻ അർഹനാണ്, ഞാൻ അർഹനാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ശഫാഅത്ത് അംഗീകരിക്കുകയാണ്. ഓരോ ആളുകളെയും ഇങ്ങനെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വരികയാ, മലക്കുകൾ സഫ് സഫായി നിൽക്കുകയാ. ചരിത്രം വിശാലമാണ്, പരത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിചാരണ തുടങ്ങുകയാ. അല്ലാഹുവിന്റെ വിചാരണ കേസ് മാറ്റിവെക്കുന്ന പ്രശ്നമില്ല. 10-20 വർഷമായി ഇന്നും കേസുകൾ നിലനിൽക്കാത്ത ഒരുപാട് കേസുകളുണ്ട്. അല്ലാഹുവിന്റെ കോടതി എങ്ങനെയാണെന്നറിയോ? ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അല്ലാഹുവിന്റെ കോടതി ദ്രുത കോടതിയാണ്. കേസ് മാറ്റിവെക്കുന്നില്ല, അവന്റെ വാദങ്ങൾ കേൾക്കുക, അതിന്റെ പരിഹാരം നൽകുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ജീവികളെയും ഇങ്ങനെ ഹാജരാക്കപ്പെടുമ്പോ അവസാനമായി പടച്ചറപ്പ് നായയെ ഹാജരാക്കപ്പെടുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദര, ചിന്തിക്കണേ, വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ജീവികളെയും വിചാരണ ചെയ്തിട്ട് അവസാനമായി കൊണ്ട് പടച്ചറപ്പ് നായയെ ഹാജരാക്കപ്പെടുന്നു. ഒരു വഈഫായ ഹദീസാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഹൃദയത്തിലും മാറ്റമുണ്ടാവാൻ വേണ്ടി പറയുകയാ. പടച്ചറപ്പ് നായയെ ഹാജരാക്കപ്പെടുന്നു. നായയോട് പടച്ചറപ്പ് ചോദിക്കുന്നു, നിനക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ? നായ നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറയുമല്ലോ, ഉണ്ട് നാഥാ, എനിക്ക് നിന്നോടൊരു പരാതി പറയുവാനുണ്ട് റബ്ബേ. ഇത്രയും മോശമായ, ഇത്രയും വൃത്തികെട്ട, ഇത്രയും തരം താഴ്ന്ന, ഇത്രയും മോശമായ ഒരു ജീവിയായി എന്തിനാ റബ്ബേ നീ എന്നെ സൃഷ്ടിച്ചത്? ആളുകൾ എന്നെ തൊട്ട് കഴിഞ്ഞാൽ 7 പ്രാവശ്യം കഴുകുകയും അതിലൊരു പ്രാവശ്യം ത്വാഹിറായ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടുമായിരിക്കണമല്ലോ തമ്പുരാനെ. ഇത്രയും മോശമായ, ഇത്രയും നീചമായ, ഇത്രയും തരം താഴ്ന്ന, ഇത്രയും വൃത്തികെട്ട ഒരു ജീവിയായി എന്തിനാ റബ്ബേ നീ എന്നെ സൃഷ്ടിച്ചത്? അതിൽ എനിക്ക് വിഭവം, അതിൽ എനിക്ക് പരിഭവമുണ്ട് നാഥാ, അതിൽ എനിക്ക് വിഷമമുണ്ട് റബ്ബേ, അതിൽ എനിക്ക് ഖേദമുണ്ട് റബ്ബേ. എന്നാലും അൽഹംദുലില്ലാഹ് നിന്നെ ഞാൻ സ്തുതിക്കുന്നു തമ്പുരാനെ. നീ എന്നെ ഒരു പന്നിയായി സൃഷ്ടിച്ചില്ലല്ലോ എന്ന് നായ നാളെ പടച്ചവനോട് പറയുമെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത സാദിഖുൽ മസ്ദൂഖായ നബി മുഹമ്മദ് മുസ്തഫ
പോരാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയാകുന്ന മഹ്ശറയുടെ ഭീകരതയിൽ അല്ലാഹുവിനോട് പറയും, എനിക്കൊരുപാട് വിഷമവും പ്രയാസവുമുണ്ട്. ഇത്രയും മോശപ്പെട്ട, ഇത്രയും വൃത്തികെട്ട ഒരു ജീവിയായി എന്തിനാ റബ്ബേ നീ എന്നെ സൃഷ്ടിച്ചത്? എന്നാലും റബ്ബേ അൽഹംദുലില്ലാഹ്, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, നീ എന്നെ ഒരു പന്നിയായി സൃഷ്ടിച്ചില്ലല്ലോ എന്ന് ആര് പറയും? നായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പന്നിയെ ഹാജരാക്കപ്പെടുകയാ. പന്നിയോട് പടച്ചറപ്പ് ചോദിക്കുന്നു, നിനക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ? പന്നി നാളെ പടച്ചവനോട് പറയുമല്ലോ, ഉണ്ട് നാഥാ, എനിക്ക് നിന്നോടൊരു പരാതി പറയുവാനുണ്ട് റബ്ബേ. ഉച്ഛിഷ്ടവും വിസർജ്യവും മാത്രം ഭക്ഷിച്ചുകൊണ്ട് വൃത്തികെട്ട സ്ഥലങ്ങളിൽ മാത്രം വളരാൻ ദുർഭാഗ്യം ലഭിക്കപ്പെട്ട ഇത്രയും മോശമായ, ഇത്രയും വെറുക്കപ്പെടുന്ന ഒരു ജീവിയായി എന്തിനാ റബ്ബേ നീ എന്നെ സൃഷ്ടിച്ചത്? അതിൽ എനിക്ക് വിഷമമുണ്ട് നാഥാ, അതിൽ എനിക്ക് ഖേദമുണ്ട് റബ്ബേ. ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു ജീവിയായി നീ എന്നെ സൃഷ്ടിക്കപ്പെട്ടതിൽ എനിക്ക് പരിഭവമുണ്ട് നാഥാ, എനിക്കതിൽ വിഷമമുണ്ട് റബ്ബേ. എനിക്കറിയാം, ഒരു പക്ഷേ എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾ എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവരുണ്ടാകും, എന്നേക്കാൾ വായനാശീലമുള്ളവരുണ്ടാകും. സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ജീവിയല്ലയോ പന്നി? ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഭക്ഷണ പദാർത്ഥം മാത്രം ഭക്ഷിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട ജീവിയല്ലയോ പന്നി? ആ പന്നി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയാകുന്ന മഹ്ശറയുടെ ഭീകരതയിൽ പടച്ച റബ്ബിനോട് പറയുമല്ലാ, ഇത്രയും വെറുക്കപ്പെടുന്ന ഒരു ജീവിയായി എന്തിനാ റബ്ബേ നീ എന്നെ സൃഷ്ടിച്ചത്? അതിൽ എനിക്ക് പരിഭവമുണ്ട് നാഥാ, അതിൽ എനിക്ക് ഖേദമുണ്ട് റബ്ബേ, അതിൽ എനിക്ക് ദുഃഖമുണ്ട് അല്ലാഹ്. എന്നാലും അൽഹംദുലില്ലാഹ്, നിന്നെ ഞാൻ സ്തുതിക്കുന്നു തമ്പുരാനെ. നീ എന്നെ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യനായി നീ എന്നെ സൃഷ്ടിച്ചില്ലല്ലോ. പ്രസവിച്ചിട്ട് ഇത്ര കാലമായിട്ടും നിനക്കൊരു സുജൂദ് ചെയ്യാത്തവനായവനെ പോലെ ഞാൻ നീചനായില്ലല്ലോ എന്ന് പന്നി നാളെ പടച്ചവനോട് പറയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്താ മക്കളെ അവസ്ഥ? നിസ്കരിക്കാത്തവന്റെ അവസ്ഥ എന്താ? ഒരു പന്നിയുടെ സ്ഥാനം പോലും ഇസ്ലാമിലില്ലെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര, പുണ്യങ്ങളുടെ ഭൂമഴ പെയ്യുന്ന പവിത്രമായ റമളാൻ മാസത്തില് 5 വഖത്ത് നിസ്കാരം നമ്മൾ കൃത്യമായി നിർവഹിച്ചവരാണ്. റമളാൻ കഴിഞ്ഞു, തറാവീഹ് കഴിഞ്ഞു, നോമ്പ് കഴിഞ്ഞു, നിസ്കാരവും കഴിഞ്ഞു എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിചാരിക്കരുത്. മരണപ്പെട്ട് ചെല്ലുമ്പോ ഒരു പന്നിയുടെ കോലമായി അല്ലാഹു മരിക്കപ്പെടുമെന്ന് പറയുമ്പോ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു പന്നി പോലും നിനക്ക് സുജൂദ് ചെയ്യാത്തവനായവരെ പോലെ ഞാൻ നീചനായില്ലല്ലോ എന്ന് പറയുമ്പോ എത്ര ഗൗരവമുള്ള കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നിസ്കാരത്തിന്റെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മാ ബൈനൽ മുസ്ലിമി വൽ കാഫിരി തർക്കുസ്സലാ. ഒരു മുസ്ലിമായ മനുഷ്യന്റെയും ഒരു അമുസ്ലിമിന്റെയും ഇടയിലുള്ള വ്യത്യാസം പൊന്നു സഹോദരങ്ങളെ നിസ്കാരമാണ്. പേരുകൊണ്ട് മുസ്ലിമായത് കൊണ്ട് കാര്യമില്ല, മുസ്ലിം കുടുംബത്തിൽ പിറന്നവരായത് കൊണ്ട് കാര്യമില്ല, ഭാര്യയുടെ പേര് മുസ്ലിമായത് കൊണ്ട് കാര്യമില്ല, ഉപ്പ ഹജ്ജ് ചെയ്തത് കൊണ്ട് കാര്യമില്ല, മുസ്ലിങ്ങളെ അടക്കം ചെയ്യപ്പെടുന്ന ശ്മശാനത്തിൽ അടക്കം ചെയ്യപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും ഇടയിലുള്ള വ്യത്യാസം പൊന്നു സഹോദരാ നിസ്കാരം ഉപേക്ഷിക്കലാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, താരിഖുസ് സ്വലാത്തി മൽഊനുൻ ഫിത് തൗറാത്ത്, താരിഖുസ് സ്വലാത്തി മൽഊനുൻ ഫിൽ ഇൻജീൽ, താരിഖുസ് സ്വലാത്തി മൽഊനുൻ ഫിസ് സബൂർ, താരിഖുസ് സ്വലാത്തി മൽഊനുൻ ഫിൽ ഫുർഖാൻ. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ തൗറാത്തിൽ ശപിക്കപ്പെട്ടവനാ, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ ഇൻജീലിലും ശപിക്കപ്പെട്ടവനാ, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ സബൂറിലും ശപിക്കപ്പെട്ടവനാ.
നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ വിശുദ്ധ ഖുർആൻ ശരീഫിലും ശപിക്കപ്പെട്ടവനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരോരു നമസ്കാരം ഒഴിച്ചാൽ പിന്നെ ഒരു സ്ഥാനം കഴിഞ്ഞു, നിസ്കാരവും കഴിഞ്ഞു എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിചാരിക്കരുത്. മരണപ്പെട്ടു ചെന്നാൽ വിശ്വാസപരമായ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം ആദ്യമായി ചോദിക്കപ്പെടുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. അതിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല 5 വഖ്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ട് ചെല്ലുമ്പോൾ പന്നിയുടെ രൂപമാകി മറിക്കുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ശരീരം കൊണ്ട് നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പിനല്ല, ഹജ്ജിനല്ല, സകാത്തിനല്ല, ശരീരം കൊണ്ട് നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് അത് 5 വഖ്ത് നിസ്കാരത്തിനാണ്. 2ാം സ്ഥാനമേ പവിത്രമായ വിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പിനുള്ളൂ. ആയതുകൊണ്ട് നിസ്കാരം എന്റെ പ്രിയപ്പെട്ട സഹോദര ഉപേക്ഷിക്കല്ലേ. 5 വഖ്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. ബാക്കി എന്ത് നന്മകൾ നമ്മൾ ചെയ്താലും അസ്സലാത്തു മിഫ്താഹുൽ ജന്ന, നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ താക്കോലാണ് നിസ്കാരം. താക്കോലില്ലാതെ പിന്നെ നമ്മൾ എങ്ങനെയാ സ്വർഗത്തിൽ പ്രവേശിക്കുക? നിസ്കാരം നിലനിർത്തുക. നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് തന്നെ മുറ പോലെ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഒരവസരത്തിൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് പറയുകയുണ്ടായി, മൂസ, ഞാൻ ഒരു വ്യഭിചാരിയാണ് മൂസ. ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് മൂസ. ഞാനൊരു വ്യഭിചാരിയാണ്. എന്റെ വ്യഭിചാരത്തിലുള്ള കുഞ്ഞിനെ ഞാൻ ജീവനോട് കൂടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഇനി എനിക്ക് നന്നാവണം മൂസ. എനിക്ക് തൗബയുണ്ടോ? എനിക്ക് പശ്ചാത്താപമുണ്ടോ? ഞാൻ ചെയ്ത തെറ്റിന് മാപ്പുണ്ടോ മൂസ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ഗൗരവത്തോടുകൂടെ ഈ സ്ത്രീയോട് പറഞ്ഞു, പെണ്ണേ, എന്റെ അടുക്കൽ നിന്ന് ഉടൻ തന്നെ നീ ഇറങ്ങി പോവുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ എന്റെ മേൽ കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് ആ സഹോദരിയെ അവിടെ നിന്ന് ആട്ടി പറഞ്ഞയക്കുകയാണ്. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബിയുടെ അടുക്കൽ ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു, മൂസ, ആ പെണ്ണിനെ എന്തിനാ മൂസ ആട്ടി പറഞ്ഞയച്ചത്? ജിബ്രീലേ, അവൾ ഒരു വ്യഭിചാരിയാണ്. അവൾ ഒരു വ്യഭിചാരിയാണെന്ന് മാത്രമല്ല, അവളുടെ വ്യഭിചാരത്തിലുള്ള കുഞ്ഞിനെ അവൾ ജീവനോടുകൂടെ കുഴിച്ചു മൂടുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു തെറ്റ് അവൾ ചെയ്ത കാരണം കൊണ്ടാണ് ഞാൻ അവളെ പറഞ്ഞയച്ചതെന്ന് പറഞ്ഞപ്പോ കലീമുല്ലാഹി മൂസാ നബിയോട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞുവത്രേ, മൂസാ, വ്യഭിചാരത്തെക്കാൾ ശക്തമായി തെറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതാരാണെന്ന് ചോദിച്ചപ്പോ താരിഖുസ്സലാ, അത് നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 വഖ്ത് നിസ്കാരം നമ്മൾ ഉപേക്ഷിക്കല്ലേ. 5 വഖ്ത് നിസ്കാരം കൃത്യമായി തന്നെ നമ്മൾ നിർവഹിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾ എല്ലാവരും നിസ്കരിക്കുന്നവരാ. പക്ഷേ നിസ്കരിക്കുന്ന നമ്മളുടെ മുന്നിലൂടെ ഒരു പ്രാണി അല്ലെങ്കിൽ ഒരു കൊതുക് പാറിപ്പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ നിസ്കാരത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് ബെല്ലടിച്ചാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ശബ്ദം നമ്മൾ കേട്ടുപോയാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദര, അപ്പോൾ തന്നെ ബാത്തിലായി പോകുന്ന നിസ്കാരമല്ലേ നമ്മുടെ നിസ്കാരം? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു സത്യവിശ്വാസിയുടെ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിന്റെ മാംസളമായ ഭാഗത്തിലേക്ക്, അവന്റെ ശരീരത്തിന്റെ ഹൃദയ ഭാഗത്തിലേക്ക് ഒരു കടാര കൊണ്ട്, ഒരു കത്തി കൊണ്ട് കുത്തിയാൽ പോലും വേദന അറിയാൻ പാടില്ല സഹോദര, അവൻ നിസ്കാരത്തിലാണ് എങ്കിൽ. ഒരു സത്യവിശ്വാസി നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരാള് വന്നിട്ട് അവന്റെ ശരീരത്തിന്റെ മാംസളമായ ഭാഗത്തിലേക്ക്
ഒരു കടാരയെടുത്തിട്ട് കുത്തിയാൽ പോലും വേദന അറിയാൻ പാടില്ല. അവൻ നിസ്കാരത്തിലാണ് എങ്കിൽ കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ അലിയാർ തങ്ങളുടെ ചരിത്രം? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീനിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി അനൈക്യത്തിനെതിരെ, നീതിക്ക് വേണ്ടി അനീതിക്കെതിരെ, ധർമ്മത്തിന് വേണ്ടി അധർമ്മത്തിനെതിരെ പടപൊരുതിക്കൊണ്ടിരിക്കുന്നതിന്റെ പാതയിൽ ഒരു യുദ്ധത്തിന്റെ വേളയിൽ മഹാനായ അലിയാർ തങ്ങളുടെ വലതുകാലിന്റെ നെരിയാണിയുടെ താഴ്ഭാഗത്ത് വലിയൊരു അമ്പ് വന്ന് തറക്കുകയാ. ചരിത്രം വിശാലമാണ്, പരത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഹാനായ അലിയാർ തങ്ങൾ വേദന കൊണ്ട് പുളകിതമാവുകയാ. ഇന്നത്തെ പോലെ ഓപ്പറേഷനുകളോ മറ്റാധുനിക സൗകര്യങ്ങളോ ഇല്ലല്ലോ മക്കളെ. അന്ന് വേദന കൊണ്ട് പുളകിതമാവുന്ന മഹാനായ അലിയാർ തങ്ങള് അവിടെ നിന്ന് കുറച്ച് സഹാബത്തെ കിറാമിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, സഹാബാ, എന്റെ കാലിൽ വലിയൊരു അമ്പ് തറച്ചിരിക്കുന്നു, എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ എന്റെ കാലിൽ പതിച്ചിരിക്കുന്ന അമ്പ് നിങ്ങളൊന്ന് ഉരിക്കേ. മഹാനായ അലിയാർ തങ്ങളുടെ അഭിപ്രായം കേട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാം അലി റളിയല്ലാഹു അൻഹുവിന്റെ വലതുകാലിന്റെ നെരിയാണിയുടെ താഴ്ഭാഗത്ത് പതിച്ചിരിക്കുന്ന അമ്പെടുക്കാൻ വേണ്ടി നോക്കുമ്പോ ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാം പഠിച്ച പണി 18 നോക്കിയിട്ടും അലിയാർ തങ്ങളുടെ കാലിൽ പതിച്ചിരിക്കുന്ന അമ്പ് കിട്ടുന്നില്ല. അമ്പ് അത്രക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുന്നു. അധർമ്മകാരികളായ ശത്രുക്കളുടെ തല വായുമണ്ഡലത്തിലൂടെ ഫുട്ബോൾ പോലെ പാറി പരത്തുന്ന ധീരനും ധീര യോദ്ധാവുമായ ഇസ്ലാമിന്റെ 4ാം ഖലീഫ മഹാനായ അലി റളിയല്ലാഹു അൻഹു വേദന കൊണ്ട് പുളകിതമാവുകയാ. ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാം പഠിച്ച പണി 18 നോക്കിയിട്ടും അലിയാർ തങ്ങളുടെ കാലിൽ പതിച്ചിരിക്കുന്ന അമ്പ് കിട്ടുന്നില്ല. അലിയാർ തങ്ങൾ പറയുന്നു, സഹാബാ, എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്കാണെങ്കിലോ എന്റെ കാലിൽ പതിച്ചിരിക്കുന്ന അമ്പ് കിട്ടുന്നുമില്ല അല്ലേ? ഒരു കാര്യം ചെയ്യേ, ഞാൻ നിസ്കരിക്കട്ടെ, ഞാൻ നിസ്കരിക്കാൻ പോവുകയാ. ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്റെ കാലിൽ പതിച്ചിരിക്കുന്ന അമ്പ് നിങ്ങൾ ഊരിക്കോ, ഞാൻ അറിയുകയില്ല. അങ്ങനെ മഹാനായ അലിയാർ തങ്ങൾ നിസ്കാരത്തിൽ പ്രവേശിച്ചു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടി നിസ്കാരത്തിന്റെ ഇടയിലായിരിക്കെ ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാം വന്നുകൊണ്ട് മഹാനായ അലിയാർ തങ്ങളുടെ കാലിൽ പതിച്ചിരിക്കുന്ന അമ്പൂരുകയാ. അലിയാർ തങ്ങൾ അറിഞ്ഞില്ല മക്കളെ. നിസ്കാരം കഴിഞ്ഞിട്ട് സലാം നീട്ടിയിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് തറയിൽ നോക്കുമ്പോഴാ കുറെ രക്തം കാണുന്നത്. രക്തം കണ്ട അലിയാർ തങ്ങൾ കാലിലേക്ക് നോക്കിയതാ. അപ്പോൾ അവിടെ കാണുന്നില്ല. അതുവരെ ഈ ദുനിയാവിനെ കുറിച്ചൊരു ചിന്തയുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ ആരുടെയെങ്കിലും കാലിലൊരു മുള്ളു തറച്ചിട്ട് ഞാൻ നിസ്കരിക്കട്ടെ, ഞാൻ നിസ്കരിക്കാൻ പോവുകയാ, ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്റെ കാലിൽ പതിച്ചിരിക്കുന്ന മുള്ളു നിങ്ങൾ എടുത്തു മാറ്റിക്കോ, ഞാൻ അറിയുകയില്ലെന്ന് പറയുവാനുള്ള ധൈര്യം എന്റെ പ്രിയപ്പെട്ട സഹോദര നമുക്കാർക്കെങ്കിലും ഉണ്ടോ? അലി റളിയല്ലാഹു അൻഹു പറയുകയാ, ഞാൻ നിസ്കരിക്കട്ടെ, ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്റെ കാലിൽ പതിച്ചിരിക്കുന്ന അമ്പ് നിങ്ങൾ ഊരി മാറ്റിക്കോ, ഞാൻ അറിയുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആരുടെയെങ്കിലും ഒരാളുടെ കാലിലൊരു മുള്ളു തറച്ചിട്ട് ഞാൻ നിസ്കരിക്കട്ടെ, ഞാൻ നിസ്കരിക്കുമ്പോ നിങ്ങൾ ആ മുള്ളു പറിച്ചു മാറ്റിക്കോ, ഞാൻ അറിയുകയില്ല എന്ന് പറയുവാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? ലൗഡ് സ്പീക്കറിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രസംഗിക്കുന്ന എന്നെ കൊണ്ട് കഴിയുമോ? എന്താ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 വഖത്ത് നിസ്കാരത്തെ കുറിച്ച് അവസാനമായി പറഞ്ഞ ചില ആയത്തുകളുണ്ട്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വ യംനഊനൽ മാഊൻ.
അതിനുശേഷം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ശരീഫിൽ 5 വഖത്ത് നിസ്കാരത്തെ കുറിച്ച് പടച്ച റബ്ബ് പരാമർശിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ശരീഫിൽ 5 വഖത്ത് നിസ്കാരത്തെ കുറിച്ച് റബ്ബ് അവസാനമായി പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? നിസ്കരിക്കുന്നവർക്ക് സ്വർഗ്ഗമുണ്ടെന്നല്ല പറഞ്ഞത്, നിസ്കരിക്കുന്നവർക്ക് സ്വർഗ്ഗത്തിന്റെ സോപാനങ്ങളിൽ വിരാജിക്കുവാൻ അർഹതയുണ്ടെന്നല്ല പറഞ്ഞത്. താഴ്ഭാഗങ്ങളിലൂടെ അരുവി ഒഴുകുന്ന ആരാധങ്ങളിൽ സ്വർഗ്ഗങ്ങളിൽ നിസ്കരിക്കുന്നവർക്ക് പ്രവേശിക്കാമെന്നല്ല ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ശരീഫിൽ അല്ലാഹു അവസാനമായി നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ എന്താ? ഫവൈലുൽ ലിൽ മുസല്ലീൻ, വൈലെന്ന് പറയപ്പെടുന്ന നരകം, വൈലെന്ന് പറയപ്പെടുന്ന നരകം നിസ്കരിക്കുന്ന ആളുകൾക്കുള്ളതാ. ഏതാ ഈ വൈലെന്ന് പറയപ്പെടുന്ന നരകമെന്നറിയോ? ഹിയ വാദിൻ ഫീ ജഹന്നമ, അത് ജഹന്നമാകുന്ന നരകത്തിന്റെ ഒരു താഴ്വരയാണ്. ആ നരകത്തിന്റെ താഴ്വരയിൽ കുടിപ്പിക്കപ്പെടുന്നത് നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ചീഞ്ഞു നാറുന്ന ചീഞ്ചലമാണെന്ന് പണ്ഡിതന്മാര് പറയുമ്പോ, അങ്ങനെയുള്ള വൈലെന്ന് പറയപ്പെടുന്ന നരകമാർക്കുള്ളതാ? ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകൾക്കുള്ളതാ. എങ്ങനെയുള്ള നിസ്കാരക്കാരെന്നറിയോ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നിസ്കാരത്തിൽ അശ്രദ്ധരാ. എത്രയാ നിസ്കരിച്ചതെന്നറിയില്ല, നിസ്കരിച്ചോ ഇല്ലയോ എന്നറിയില്ല, എത്ര റക്അത്ത് നമ്മൾ നിസ്കരിച്ചു നമുക്കറിയില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണ് വൈലെന്ന് പറയപ്പെടുന്ന നരകമെന്ന് ഖുർആൻ പറയുമ്പോ, 5 വഖത്ത് നിസ്കരിച്ചിട്ട് വൈലെന്ന് പറയപ്പെടുന്ന നരകത്തിൽ പോയി കിടക്കേണ്ട അവസ്ഥ അല്ലാഹു നമുക്കൊരാൾക്കും വരുത്തിക്കാതിരിക്കട്ടെ. അല്ലാഹു നമുക്കൊരാൾക്കും വരുത്തിക്കാതിരിക്കട്ടെ. ഇസ്ലാമിന്റെ 2ാം ഖലീഫ കിസ്റയെ കിടിലം കൊള്ളിപ്പിച്ച, കൈസറിനെയും കിടിലം കൊള്ളിപ്പിച്ച, റോമാ സാമ്രാജ്യത്തെ മുഴുവനും ഞെട്ടിവിറപ്പിച്ച, ആറ്റം ബോംബിന്റെ മക്കളായ അമേരിക്കയുടെ മക്കൾ ഇന്നും പേര് കേൾക്കുമ്പോൾ ഞെട്ടിവിറച്ചു പോകുന്ന ഇസ്ലാമിന്റെ 2ാം ഖലീഫ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരുതല മൂർച്ചയുള്ള വാളിന്റെ കുത്തേറ്റുകൊണ്ട്, അബൂ ലുഅലുഅത്തിന്റെ വെട്ടേറ്റുകൊണ്ട് സുബ്ഹ് നിസ്കാരത്തിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുമ്പോ, അബൂ ലുഅലുഅത്ത് എന്ന് പറയപ്പെടുന്ന മജൂസിയായ മനുഷ്യൻ വന്നിട്ട് ഉമറിനെ തുരുതുരാ കുത്തിയപ്പോ തന്റെ കുടൽമാല മുഴുവനും മദീനയിലെ മണലാരുണ്യത്തിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുമ്പോ മഹാനായ ഉമറിന്റെ ബോധം നഷ്ടപ്പെട്ടപ്പോ 3 ദിവസത്തിന് ശേഷമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ബോധം വന്നതെന്ന് പറയുമ്പോ, ബോധം വന്ന ഉടനെ തന്നെ മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചതെന്താ? അവിടുത്തെ ഭാര്യയെ കുറിച്ച് ചോദിച്ചില്ലല്ലോ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ കുറിച്ച് ഉമർ ചോദിച്ചില്ലല്ലോ. സുബ്ഹ് നിസ്കാരത്തിന് ജമാഅത്തായി പങ്കെടുത്ത നിസ്കാരത്തിന് ഇമാമായി നിന്നിരുന്ന ഞാൻ അബൂ ലുഅലുഅത്തിന്റെ വെട്ടേറ്റന്റെ ബോധം നഷ്ടപ്പെട്ടു പോയപ്പോ, ആ നിസ്കാരത്തെ നിങ്ങൾ പൂർത്തീകരിച്ചോ സഹാബ? അതല്ല, ആ നിസ്കാരത്തെ നിങ്ങൾ മുറിച്ചു കളഞ്ഞോ സഹാബ? മരണത്തിന്റെ വെപ്രാളത്തിലും സക്കറാത്തിന്റെ ഹാലിൽ പോലും 5 വഖത്ത് നിസ്കാരത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ആലോചിച്ച് കരഞ്ഞുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ ഗൗരവം എത്രമാത്രമാ! അല്ലാഹു സുബ്ഹാനഹു വ തആല 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കാനുള്ള ഭാഗ്യം പടച്ചറപ്പ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചറപ്പ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പവിത്രമായ ഈ മജ്ലിസിൽ നിന്ന് നമ്മൾ പിരിയുമ്പോ നമ്മളൊരു തീരുമാനമെടുക്കുക. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും എത്രയോ പാപങ്ങൾ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എത്രയോ നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ട്. പടച്ചവനെ, അവസാനം എനിക്ക് ഈമാനോടുകൂടെ മരിക്കണം. എന്റെ ഖാത്തിമത്ത് നന്നാവണം, എന്റെ അവസാനം നന്നാവണം, ആഖിറത്ത് നന്നായി മരിക്കണം, പുഞ്ചിരിച്ചുകൊണ്ട് എനിക്ക് മരിക്കണം, ഈമാനോടുകൂടെ എനിക്ക് മരിക്കണം. ആയതുകൊണ്ട് 5 വഖത്ത് നിസ്കാരം ഇന്ന് മുതൽ ഞാൻ കൃത്യമായി നിർവഹിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എടുക്കുക. നിസ്കാരം നിലനിർത്തുക. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ, വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന്റെ റബ്ബിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ, റബ്ബിന്റെ പള്ളിയിലേക്ക് പോവാതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിസ്കാരത്തിന്റെ
ബാങ്ക് മുഴങ്ങുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പള്ളിയിലോട്ട് പോവാതെ ബസ് സ്റ്റോപ്പുകളിൽ റോഡ് സൈഡിലും നിന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദരങ്ങളെ നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ഒരു ദിവസം നിങ്ങളും മരണപ്പെടും. മരണത്തിന്റെ കരാളഹസ്തം നിങ്ങളെ പിടികൂടും. നിങ്ങൾ മരണപ്പെട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സബാനിയാക്കളായ മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയും ഖുദൂഹു വഖുല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ. പിടിക്കടാ അവനെ, അവന്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടടാ, നരകത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് അവനെ വലിച്ചെറിയടാ എന്ന് അല്ലാഹു പറയുമെന്ന് പണ്ഡിതന്മാര് പറയുമ്പോ